ചരിത്രത്തിൽ ഏറ്റവും വലിയ കല്യാണ മുഹൂർത്തമായിട്ടാണ് 23-ാം തീയതിയിലെ കല്യാണ മുഹൂർത്തം ഞങ്ങൾ കാണുന്നത്. ഏകദേശം 430-ലധികം കല്യാണം, ഈ കണക്കെടുക്കുമ്പോൾ 29 ആണെങ്കിലും 30-ലധികം കല്യാണം ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം. ഞങ്ങളുടെ കണക്കുകൂട്ടൽ പ്രകാരം 450 വിവാഹം അന്നത്തെ ദിവസം രജിസ്റ്റർ ചെയ്യും. 23-ാം തീയതി ഞങ്ങൾ പ്രതീക്ഷിക്കും. 450ഓളം കല്യാണം വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പല പഴയ കണക്കുകൾ ഞങ്ങൾ എടുത്തു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യം ഗുരുവായൂരിലെ ഈ 500ഓളം വരുന്ന കല്യാണം, സാധാരണ തൊഴാൻ വരുന്ന ഭക്തജന തിരക്ക്, വെർച്വൽ ക്യൂ, ഇതെല്ലാം കൂടി ഗുരുവായൂരിൻ്റെ ഇപ്പോഴുള്ള സ്ഥലത്ത് ഒതുക്കി കടന്നു പോവുക ഈ ദിവസം എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. കല്യാണക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും, ഒരു നിയന്ത്രണവുമില്ല. കല്യാണത്തിന് വരുന്ന എല്ലാവർക്കും കല്യാണ സ്ഥലത്തേക്ക് പോകാനും വിവാഹം നടത്തുന്നതിൽ പങ്കുകൊള്ളാനും ഏർപ്പാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നേരത്തെ നിയന്ത്രണങ്ങൾ വേണം എന്ന് വിചാരിച്ചാണെങ്കിലും ഒരു നിയന്ത്രണവുമില്ല. കല്യാണത്തിന് കല്യാണ വീട്ടിൽ വന്ന എല്ലാവർക്കും കല്യാണ പന്തലിൻ്റെ അരികിൽ എത്തിച്ചേരാനും കല്യാണത്തിൽ പങ്കുചേരാനുമുള്ള ഒരു ഏർപ്പാട് ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട്. തൊഴാൻ വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുക. ഈ തിരക്കും ബഹളങ്ങളെല്ലാം തന്നെ സാധാരണ തൊഴുന്നവർക്ക് പ്രയാസമില്ലാതെ കഴിക്കുകയും ചെയ്യുക എന്നുള്ളത് ദേവസ്വത്തിൻ്റെ പരമപ്രധാനമായ ഒരു ലക്ഷ്യമാണ്. തൊഴുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ തൊഴിക്കുക എന്നുള്ളത് ഗുരുവായൂരിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങളതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഗുരുവായൂരിൻ്റെ അകത്ത്, അമ്പലത്തിൻ്റെ അകത്തേക്ക് കടന്നാൽ അതിൻ്റെ അകത്തുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായും വളരെ ഭംഗിയായും നടത്താൻ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരിലേക്ക് ഞങ്ങളെല്ലാം കൂടി തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇതിന് ജനങ്ങളുടെ ഒരു വലിയ സഹകരണം നമുക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ ഭയം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും ജനങ്ങൾ വരികയും സാധാരണ തൊഴുകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ഈ 500 കല്യാണം അവരാഗ്രഹിക്കുന്ന രീതിയിൽ നടത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ആയതുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം നിരന്തരമായ ചർച്ച ഈ മാസം മുഴുവൻ ഞങ്ങൾ നടത്തി വരികയാണ്. അത് ഞങ്ങൾ പോലീസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ DGP മുതൽ ഇവിടെയുള്ള ACP വരെ ഉള്ളവരെല്ലാവരും ബന്ധപ്പെടുകയും പോലീസിനെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഉൾപ്പെടുത്തി ഞങ്ങൾ കൂടിയാലോചന നടത്തുകയും ചെയ്തു. അതിൽ നിന്നുകൊണ്ട് പോലീസിൻ്റെ പരമപ്രധാനമായ നിയന്ത്രണങ്ങളും സഹായങ്ങളും ഞങ്ങൾ ദേവസ്വത്തിന് ചെയ്തു തരും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ